ഞാൻ ഇവിടെ വരുന്ന കാര്യം നിങ്ങൾ വിക്രമിനോട് പറഞ്ഞിരുന്നോ? ഇത് കേട്ട ഉടനെ ജെനിയുടെ കാതുകൾ കൂർത്തു. ജോലിക്ക് വേണ്ടി വന്ന അഭിനവിനെ പോലെ ഒരാൾ വിക്രം സാറിനെ വിക്രം എന്ന് വിളിക്കുന്നു. എന്നാൽ ഈ ചോദ്യത്തിന് ജെനി മറുപടി നൽകിയില്ല. എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. ജെനി സോറി പറഞ്ഞ രീതിയിൽ നിന്ന് അവൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് അഭിനവിന് മനസ്സിലായി. ജെനി അവളുടെ മേശപ്പുറത്തിരുന്ന ഒരു കടലാസ് എടുത്തു. ആ കടലാസിൽ അഭിനവിന് ചെയ്യാൻ കഴിയുന്ന ജോലികളുടെ പേരുകളായിരുന്നു. അഭിനവിന് ഇഷ്ടമുള്ള ഏത് ജോലിയും തിരഞ്ഞെടുക്കേണ്ട അധികാരം വിക്രം അഭിനവിന് നൽകിയിരുന്നു. ഈ സ്റ്റാർ ഇട്ട പൊസിഷൻസ് എന്താ? ആ പോസ്റ്റുകളിലൊക്കെ മുൻപേ തന്നെ ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒഴിവില്ല. നിങ്ങൾക്ക് ചായയാണോ അതോ കോഫിയാണോ വേണ്ടത്? മാനേജറുടെ പോസ്റ്റ് മതി എനിക്ക്. പക്ഷേ മാനേജർ തസ്തികയിൽ സ്റ്റാർ ഉള്ളത് കണ്ടില്ലേ? അതെനിക്കറിയാം. അങ്ങനെയെങ്കിൽ ഒരാൾ ഇരിക്കുന്ന തസ്തികയിൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കാൻ കഴിയും? ആ ജീവനക്കാരൻ കമ്പനി വിട്ടു പോകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. നിങ്ങൾ പറയൂ, ഈ ലിസ്റ്റ് എനിക്ക് തന്നത് ആരാണ്? നിങ്ങളല്ലേ? അതെ, പക്ഷേ ജെനി നോക്കൂ, ഇത് എന്റെ തെറ്റല്ല. നിങ്ങളാണ് എനിക്ക് ലിസ്റ്റ് തന്നത്. ഞാൻ എന്റെ ഇഷ്ടമുള്ള തസ്തിക തിരഞ്ഞെടുത്തു. ഇനി അടുത്തത് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ. അവൻ ആലോചിച്ച് ചോദിക്കുകയായിരുന്നു. കമ്പനി മുഴുവൻ അവന്റെ സ്വന്തമായിരുന്നു. അവൻ എത്രയും പെട്ടെന്ന് അത് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിച്ചു. ശരി മിസ്റ്റർ അഭിനവ്, എനിക്ക് നിങ്ങളുടെ കുറച്ച് വിവരങ്ങൾ ആവശ്യമുണ്ട്. നിങ്ങളുടെ ഓഫീസ് നാളെ മുതൽ ആരംഭിക്കും. പെർഫെക്റ്റ്, താങ്ക് യു. എന്നാൽ ലീഡർ വരുന്നതിന് മുൻപ് അവൻ അത്തരത്തിലുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. മാനേജർ കാർഡ് ഒരു തവണ കൂടി ഒന്ന് നോക്കി. കാർഡിന് താഴെ മാനേജർ അഭിനവിന്റെ മുഴുവൻ പേരും കണ്ടപ്പോൾ അവന്റെ എല്ലാ സംശയങ്ങളും മാറി. മിസ്റ്റർ രജപുത്ര, ക്ഷമിക്കണം, ഞങ്ങൾക്ക് നിങ്ങളെ പെട്ടെന്ന് മനസ്സിലായില്ല, മാനേജർ പതറിക്കൊണ്ട് പറഞ്ഞു. ശേഷം അയാൾ എഴുന്നേറ്റ് നിന്ന് അബിയോട് ഇരിക്കാൻ എളിമയോടെ ആവശ്യപ്പെട്ടു. മാനേജർ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് കണ്ടപ്പോൾ സെയിൽസ് ഗേളിന്റെ മുഖഭാവം മാറി. മുന്നിൽ നിൽക്കുന്ന ഈ മനുഷ്യനാണ് ആ വാച്ചിന്റെ യഥാർത്ഥ കസ്റ്റമർ എന്ന് അവൾക്ക് മനസ്സിലായി. 12 കോടി രൂപയുടെ വാച്ച് വാങ്ങാൻ വരുന്ന കസ്റ്റമർ അലീന മാഡത്തിന് പ്രിയപ്പെട്ട ആരോ ആണെന്ന് അവൾ കേട്ടിരുന്നു. അത് ഇയാളാണെങ്കിൽ ഇനി ഇവിടുത്തെ ജോലിയെക്കുറിച്ച് ഇനി ചിന്തിക്കണ്ട, അവൾ മനസ്സിൽ കരുതി. അവൾ ഭയത്തോടെ അബിയെ നോക്കി. ഇതേ സമയം തരകൻ തന്റെ ഓഫീസിലിരുന്ന് അഭിനവിന്റെ ഫോട്ടോ ശ്രദ്ധാപൂർവ്വം നോക്കാൻ ശ്രമിക്കുകയായിരുന്നു. വിദേശത്തു നിന്ന് വന്ന ഫോട്ടോ എഡിറ്ററെ അയാൾ തന്റെ ക്യാബിനിൽ തന്നെ ഇരുത്തിയിരുന്നു. ഫോട്ടോ എഡിറ്റർ തന്റെ അവസാന ശ്രമം നടത്തിയ ശേഷം പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. അയാളുടെ വാക്കുകളിൽ നിസ്സഹായത പ്രകടമായിരുന്നു. ഷിറ്റ്! തരകൻ മേശയിൽ മുഷ്ടി ചുരുട്ടി അടിച്ചു. അയാൾക്ക് തന്റെ മുറിയിലുള്ള സാധനങ്ങളെല്ലാം എറിഞ്ഞുടയ്ക്കാൻ തോന്നി. അപ്പോഴാണ് അയാളുടെ വാതിലിൽ ആരോ മുട്ടിയത്. കമിൻ, തരകൻ പറഞ്ഞു. വാതിൽ തുറന്ന് അയാളുടെ സെക്രട്ടറി അകത്തേക്ക് വന്നു. സർ, ഒരാൾ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. സെക്രട്ടറി പറഞ്ഞത് കേട്ട് തരകന്റെ നെറ്റി ചുളിഞ്ഞു. ആരാ? ഡേവിഡ് തരകൻ ചോദിച്ചു. അയാളുടെ ചോദ്യത്തിന് മറുപടിയായി സെക്രട്ടറി പുറത്തു നിൽക്കുന്ന ഒരാളെ അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. അയാളെ കണ്ടയുടൻ തരകൻ സൗഹൃദഭാവത്തിൽ ചിരിച്ചു. ആ വ്യക്തി മറ്റാരുമല്ല, അഭിനവന്റെ MK ഗ്രൂപ്പിൽ കടന്നുകൂടിയ തരകന്റെ ചാരനായിരുന്നു. അഭിനവ് അലീനയുടെ ആ സെയിൽസ് ഗേളിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ? ആരായിരുന്നു തരകന്റെ ആ ചാരൻ? തരകൻ എന്തു വാർത്തയാണ് അയാൾ കൊണ്ടുവന്നത്? എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമറിയാൻ തുടർന്ന് കേൾക്കുക ദ റിട്ടേൺ ഓഫ് ടൈഗർ, പോക്കറ്റ് FM-ൽ മാത്രം. അമേരിക്കയിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ഫോട്ടോ എഡിറ്ററെ വരുത്തിയിട്ടും തരകൻ അഭിനവന്റെ ആ ഒരു ഫോട്ടോ ശരിയാക്കാൻ കഴിഞ്ഞില്ല. അവന്റെ മുഖം ഇപ്പോഴും ഇരുട്ടിൽ മറഞ്ഞിരുന്നു. തരകന് ആകെക്കൂടി ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അയാൾ സിഗരറ്റ് കത്തിച്ച് ചുണ്ടിലേക്ക് വെച്ചു. ഈ സമയം ടൈഗറുടെ ഗ്രൂപ്പിലെ വിവരങ്ങൾ ചോർത്താൻ വേണ്ടി തരകൻ നിയമിച്ച സ്പൈ അയാളുടെ ക്യാബിനിലേക്ക് വന്നു. നീ എന്താ പെട്ടെന്ന്? തരകൻ അത്ഭുതത്തോടെ ശബ്ദം താഴ്ത്തി ചോദിച്ചു. സാർ, ടൈഗറുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ടൈഗറിന്റെ അണ്ടറിലുള്ള എല്ലാ കമ്പനികളിലും ഒരുപോലെ പുതിയ ഡീലിങ്ങുകളും പോളിസി മാറ്റങ്ങളും എല്ലാം തകൃതിയായി നടക്കുന്നുണ്ട്. തരകന്റെ സ്പൈ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ശരി, ടൈഗറിനെ കുറിച്ച് എന്താണ് വിവരം? ആരാണ് ടൈഗർ എന്ന് കണ്ടുപിടിച്ചോ? തരകൻ അയാളോട് ചോദിച്ചു. സർ, അതുമാത്രം എന്നെക്കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവരെല്ലാവരും ടൈഗറിന്റെ ഐഡന്റിറ്റി വളരെ രഹസ്യമായാണ് സൂക്ഷിക്കുന്നത്. എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടുകയാണെങ്കിൽ അതാരാണെന്ന് ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കും, സ്പൈ പറഞ്ഞു. ടൈഗർ ആരാണെന്നറിയാതെ ഇവിടേക്ക് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിന്നെ ഞാൻ ഇവിടെ നിയമിച്ചതുപോലും അത് കണ്ടെത്താനാണ്. അക്കാര്യം കണ്ടുപിടിക്കാതെ മേലിൽ ഇവിടേക്ക് വരരുത്. ഗെറ്റ് ലോസ്റ്റ്, തരകൻ അലറിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും സ്പൈ വേഗം പുറത്തേക്കിറങ്ങി. ടൈഗറിനെ കണ്ടെത്താൻ എത്ര ശ്രമിച്ചിട്ടും നിരാശയാണ് ഫലം. തരകന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അയാൾ അവിടെയുള്ള ഫ്ലവർ വേസ് നിലത്തേക്ക് എറിഞ്ഞു പൊട്ടിച്ചു. ശേഷം നേരത്തെ കൊളുത്തിവെച്ച സിഗരറ്റ് ചുണ്ടോട് ചേർത്തു.
എന്നാൽ അതിന്റെ കനൽ കെട്ടുപോയിരുന്നു. അതോടെ അത് ദേഷ്യത്തിൽ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് അയാൾ തന്റെ സീറ്റിൽ പോയിരുന്നു. വേർ ആർ യു ടൈഗർ? അയാൾ അലറിയ ശേഷം അയാൾ അസ്വസ്ഥതയോടെ കണ്ണുകൾ അടച്ചു. മറുവശത്ത് അലീനയുടെ സ്റ്റോർ മാനേജർ അഭിനവിനോട് തുടർച്ചയായി മാപ്പ് പറഞ്ഞുകൊണ്ടിരുന്നു. നിനക്കൊന്നും തലയ്ക്കകത്ത് ആൾതാമസമില്ലേ? ഒരു കസ്റ്റമർ വന്നാൽ എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായി ഇവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്നിട്ടാണോ ഇതുപോലെ ഓരോന്ന് ചെയ്തു വെച്ചത്? മാനേജർ സെയിൽസ് ഗേളിനെ ശാസിച്ചു. സർ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. സാറ് പറഞ്ഞ കസ്റ്റമറാണിതെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. സെയിൽസ് ഗേൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സർ, അവൾക്കൊരബദ്ധം പറ്റിയതാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ സാറിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു വീഴ്ച പറ്റിയ കാര്യം ദയവ് ചെയ്ത് സാർ അലീന മേഡത്തോട് പറയരുത്. മാഡം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കിവിടെ ജോലി ഉണ്ടാവില്ല. മാനേജർ കൈകൂപ്പിക്കൊണ്ട് അബിയോട് പറഞ്ഞു. അബിയുടെ കയ്യിലെ ബ്ലാക്ക് കാർഡ് കണ്ട് അയാൾ ആകെ വിരണ്ടിരുന്നു. ബ്ലാക്ക് കാർഡ് കൈവശം വെച്ച സ്ഥിതിക്ക് അയാൾക്ക് അലീനയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് മാനേജർക്ക് ഉറപ്പായിരുന്നു. ശരി, ആ വാച്ച് വേഗം പാക്ക് ചെയ്യേ. എനിക്ക് പെട്ടെന്ന് പോകണം. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. അബി മാനേജരോട് പറഞ്ഞു. ഓക്കെ സാർ, 2 മിനിറ്റ് തരും. ആ വാച്ച് ഇപ്പൊ തന്നെ പാക്ക് ചെയ്ത് തരാം, മാനേജർ പറഞ്ഞു. ഉടൻ തന്നെ അയാൾ വാച്ച് ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന സെക്ഷനിലേക്ക് പോയി. അപ്പോഴെല്ലാം ആ സെയിൽസ് ഗേൾ അവിടെ തന്നെ നിന്ന് തേങ്ങി കരയുകയായിരുന്നു. അഭിനവിനെ നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അഭിനവ് അവളെ ശ്രദ്ധിച്ചില്ല. അവളുടെ നേരെ ഒന്ന് നോക്കിയത് പോലുമില്ല. ആ പെൺകുട്ടി ഇപ്പോഴും അഭിനയിക്കുകയാണെന്ന് അവന് തോന്നി. ആഡംബര വാച്ചുകളുടെ സെക്ഷനിലെത്തിയ മാനേജർ കണ്ടത് ഡിസ്പ്ലേക്ക് എടുത്തു വെച്ച ആ വാച്ച് എടുത്തു നോക്കുന്ന ഒരാളെയായിരുന്നു. സോറി, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? മാനേജർ ഉടൻ തന്നെ ആ മനുഷ്യന്റെ കൈകളിൽ നിന്ന് വാച്ച് തിരികെ വാങ്ങിക്കൊണ്ട് ചോദിച്ചു. എടോ, താനെന്തിനാ എൻ്റെ കയ്യിൽ നിന്ന് ആ വാച്ച് പിടിച്ചു വാങ്ങിയത്? ഞാൻ ആ വാച്ച് വാങ്ങാൻ വേണ്ടി വന്നതാണ്. നേരത്തെ വന്ന സമ്പന്നനായ ചെറുപ്പക്കാരൻ മാനേജറോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. സോറി സാർ, ഈ വാച്ച് ഓൾറെഡി സെയിലായതാണ്. കസ്റ്റമർ വരുന്നത് വരെ ഞങ്ങളത് ഡിസ്പ്ലേക്ക് വെച്ചു എന്നേ ഉള്ളൂ. വേറെയും ധാരാളം കളക്ഷൻ ഉണ്ടല്ലോ. സാറിന് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്തോളൂ. മാനേജർ ആ വാച്ച് ഒരു മൃദുവായ തുണി ഉപയോഗിച്ച് തുടച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ ഫോർ സെയിൽ എന്ന ബോർഡാണ് ഞാൻ വന്നപ്പോൾ കണ്ടത്. ഓൾറെഡി അത് സെയിലായതാണെങ്കിൽ നിങ്ങളോട് ആരാണ് അത് വീണ്ടും കൊണ്ടുവന്ന് ഡിസ്പ്ലേ വെക്കാൻ പറഞ്ഞത്? എന്തായാലും എനിക്ക് ആ വാച്ച് തന്നെ വേണം, അയാൾ വാശിയോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ മാനേജർക്കും അയാളോട് അല്പം ദേഷ്യം തോന്നി. ശരി, സാറിന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഈ വാച്ച് സാറിന് തന്നെ തരാം. 12 കോടി രൂപ ഇപ്പം തന്നെ ഇവിടെ പേ ചെയ്യണം. പോരാത്തതിന് അലീനാസ് കളക്ഷന്റെ മെമ്പർഷിപ്പ് കാർഡ് കൂടി വേണം, മാനേജർ പറഞ്ഞു. എന്തായാലും അയാളെ കൊണ്ട് അതൊന്നും സംഘടിപ്പിക്കാൻ കഴിയില്ല എന്ന് മാനേജർക്ക് ഉറപ്പായിരുന്നു. മാനേജറുടെ വാക്കുകൾ കേട്ട് ആ ചെറുപ്പക്കാരൻ ഞെട്ടി. എന്ത്? അപ്പം നിങ്ങൾ പറയുന്നത് ഈ 12 കോടിയുടെ വാച്ച് ആ സാധുവായവൻ വാങ്ങിയെന്നാണ്? അവന്റെ കയ്യിൽ മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടല്ലേ? കൊള്ളാം. തന്നെ ആരാണ് മാനേജറാക്കിയത്? യൂസ്ലെസ് ഫെലോ, ചെറുപ്പക്കാരൻ മാനേജറെ നോക്കി പറഞ്ഞു. അത് കേട്ടപ്പോൾ മാനേജർക്കും ദേഷ്യം വന്നു. മൈൻഡ് യുവർ വേർഡ്സ്, സൂക്ഷിച്ച് സംസാരിക്കൂ. നീ ഇപ്പം പറഞ്ഞ സാധു ഉണ്ടല്ലോ, അയാൾ നീ പറയുന്നത് കേട്ടാൽ നിന്റെ ജീവിതം അവിടെ തീരും. മാനേജർ അവനെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ പറഞ്ഞു. അത് കേട്ട് ആ മനുഷ്യന്റെ ദേഷ്യം വർദ്ധിച്ചു. ശരി, അവനെ വിളിക്ക്. ആരാണ് ആ വലിയ മനുഷ്യനെന്ന് എനിക്കും കൂടി ഒന്ന് കാണണം. ഇന്നേ വരെ ഇവിടെ ഇത്രയും വലിയൊരാളിനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അയാളെ ഞാനും കൂടി ഒന്ന് കാണട്ടെ, അയാൾ പറഞ്ഞു. അയാൾ ചെയ്യുന്ന വിഡ്ഢിത്തം കണ്ട് മാനേജർ അവനോട് പതുക്കെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. നോക്ക് സഹോദര, നിങ്ങൾക്കത് ആരാണെന്ന് ശരിക്കും അറിയില്ല. വെറുതെ അവനുമായി പ്രശ്നം ഉണ്ടാക്കരുത്. അവൻ ടൈഗറുടെ ആളാണ്. ദയവായി ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ, മാനേജർ പറഞ്ഞു. ടൈഗറുടെ പേര് കേട്ടപ്പോൾ അയാളൊന്ന് ഭയന്നു. താൻ ഇത്രയും നേരവും ടൈഗറിന്റെ ആളിനെ കുറിച്ചാണ് മോശമായി സംസാരിച്ചതെന്നറിഞ്ഞപ്പോൾ അയാൾക്ക് വല്ലാത്ത ഭയം തോന്നി. ടൈഗറിനോട് കളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് തന്റെ നാശത്തിനായിരിക്കുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അയാൾ അവിടെ നിന്നിറങ്ങി. മാനേജർ അവൻ പോകുന്നത് പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് നിന്നു. അതിനുശേഷം അയാൾ 12 കോടിയുടെ ആ വാച്ച് പാക്ക് ചെയ്ത് തന്റെ ക്യാബിനിലേക്ക് വന്നു. അഭിനവ് സാർ, ഇതാണ് നിങ്ങളുടെ ഗിഫ്റ്റ്. പിന്നെ ഒരിക്കൽ കൂടി ഇവിടെ നിന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും ക്ഷമ ചോദിക്കുന്നു, മാനേജർ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. അതൊന്നും സാരമില്ല, അഭി തന്റെ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ കണ്ണുകൾ തേങ്ങിക്കരയുന്ന സെയിൽസ് ഗേളിൽ എത്തി നിന്നു. ഇനിയെങ്കിലും ആളുകളുടെ ഡ്രസ്സിങ്ങും അപ്പിയറൻസും കണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, കേട്ടല്ലോ, അഭി സെയിൽസ് ഗേളിനോട് പറഞ്ഞു. അത് കണ്ട് മാനേജറും അവളുടെ നേരെ തിരിഞ്ഞു. നിനക്കിനി ഇവിടെ ജോലിയില്ല, എടുക്കാനുള്ളതെല്ലാം എടുത്തിട്ട് ഇറങ്ങിക്കോ. കസ്റ്റമേഴ്സിനോട് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയാത്ത ഒരെണ്ണം പോലും ഇവിടെ നിൽക്കണ്ട, മാനേജർ ആ പെൺകുട്ടിയോട് പറഞ്ഞു.